രാജ്യത്തെ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് മഹാകുംഭമേളയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്താണ്. സൗജന്യ താമസവും ഭക്ഷണവും ഒക്കെ VHP ഒരുക്കിയിട്ടുണ്ട്. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കുംഭമേളയുടെ ഭാഗമാകുന്നുണ്ട് എന്ന് VHP ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാണ്ഡെ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. കുംഭമേള എന്ന വിശ്വാസത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്ന ഓരോ ഭക്തനും അഭയകേന്ദ്രമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഈ സംവിധാനം. 3000 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സംവിധാനമാണ് VHP ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന കവാടത്തിന് സമീപത്തായി അയോധ്യയുടെ മാതൃക, ഒപ്പം ശങ്കരാചാര്യരും. ഉള്ളിൽ നിറയെ ടെന്റുകൾ, 10000 പേർക്ക് ഓരോ ദിവസവും അന്നദാനം. പുണ്യസ്നാനം തേടിയെത്തുന്ന ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ സംവിധാനവും ഇവിടെ സജ്ജമായിരുന്നു. കുംഭമേളയിലേക്ക് എത്തുന്ന സന്യാസി ശ്രേഷ്ഠർക്കും ഭക്തർക്കും ആത്മനിർവൃതിയുടെ നിമിഷങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞുവെന്ന് VHP ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാണ്ഡെ അമൃത വാർത്തകളോട് പറഞ്ഞു. Over 400 Karyakartas are working here. So we made arrangements for their bathing here, a holy dip in the Ganga river. Various sections of our society, they will be also coming here. So various types of programs are going on. കുംഭമേളയെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരളത്തിലടക്കം നടന്നത് നമ്മൾ കണ്ടതാണ്. അതിനും VHP ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് മറുപടിയുണ്ട്. Many Karyakartas have come from Kerala here also. And for whole month people are giving seva from Kerala here also, our workers. So Kerala is participating in the Kumbh very well. And hundreds of people, they are traveling thousands of kilometers coming here for a holy dip in Ganga Nadi. So whatever people may be saying there against Hindu Dharma or against Ganga or against Kumbh, it is not affecting the devout people of Kerala. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ തന്നെയാണ് ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും പാരമ്പര്യത്തെയും കാത്തുസൂക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, പ്രയാഗ്രാജ്.